കാശില്ല എങ്ങനെ ബിസിനസ് തുടങ്ങാമെന്നില്ല. ഇന്ന് ബിസിനസ്സിലേക്ക് പോകാൻ അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ അയാൾ ആദ്യം കണ്ടെത്താന്നുള്ളതാണ്. വൈ ഐ വാണ്ട് ടു ബിക്കം എ ബിസിനസ്മാൻ. 1-2 വർഷം നിങ്ങൾക്ക് പ്രശ്നം പറ്റിയാലും താങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി വന്നതിന് ശേഷം നിങ്ങൾ ഫുൾ ടൈം ബിസിനസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പൈസ ഇല്ല, പക്ഷെ നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനാവണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും. അതെ, ആ പ്രോബ്ലം കണ്ടെത്തുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ പച്ചക്കറി കിട്ടാനില്ല. അതെ, നിങ്ങൾ പോയിട്ട് കുറേ പച്ചക്കറികൾ മേടിക്കുന്നു. അതിന് മുമ്പ് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞാൽ ഞാൻ പച്ചക്കറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് പച്ചക്കറി മേടിക്കുന്നു പറഞ്ഞു അവർക്ക് പച്ചക്കറി കൊണ്ട് സാധനം സപ്ലൈ ചെയ്യുന്നു, ഇതാക്കുന്നു. അപ്പോൾ പറഞ്ഞല്ലേ നമുക്ക് ഒരു പണിയില്ല, ആ സമയത്ത് നമ്മളൊരു കച്ചവടം തുടങ്ങാനായിരുന്നു. അപ്പോൾ വീട്ടിലെ സ്ത്രീകളുടെയൊക്കെ സ്വർണം വിറ്റിട്ടും അതെ, അല്ലെങ്കിൽ കുറച്ച് കടമൊക്കെ വാങ്ങിച്ചിട്ട് ചെറിയൊരു കച്ചവടം തട്ടിക്കൂട്ടിന്ന് കൂട്ടിക്കുന്നു. അയാൾ ഒരിക്കലും തന്നെ മറ്റുള്ള ആളുകളുടെ പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഭയങ്കര അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക, അവര് ആ ഒരു മൂലയിൽ ഒതുങ്ങി പോകും. അല്ലെങ്കിൽ ഇപ്പൊ ക്യാഷ് ഫ്ലോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അതെ, പിന്നെ അവർ കാരണം നിങ്ങൾ കടം പിടിച്ചിട്ടല്ലേ തുടങ്ങുന്നത്. അതെ അതെ, അല്ല ഇനി ക്യാഷ് ഫ്ലോ ഉണ്ടായാൽ തന്നെ അവര് അതിന്റെ അപ്പുറത്തേക്ക് ഗ്രോ ചെയ്യില്ല. ഇപ്പൊ നമ്മൾ ചില ഷോപ്പുകളൊക്കെ കണ്ടിട്ടില്ലേ, കാലാകാലങ്ങളായിട്ട് ആ ഒരു ഒറ്റ കടമുറിയിൽ തന്നെ കാലങ്ങളായിട്ട് ഷോപ്പ് നടത്തുന്ന ആളുകളുണ്ട്. അതെ, എന്നിട്ട് അവരുടെ ലൈഫ് ആ ഷോപ്പാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മൾ ചില ആളുകളൊക്കെ ചില ഇങ്ങനെയുള്ള പ്രഷർ കൊണ്ടൊക്കെ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടുന്നു. അതെ, എന്നിട്ട് അവിടെ നിന്നിട്ട് അവർ ചിന്തിക്കുകയാണ് എങ്ങനെ നമുക്ക് ഇതിനെ ഗ്രോ ചെയ്യിപ്പിക്കാം എന്ന്. ആ രീതിയിലേക്ക് പിന്നീട് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് വലുതാകുന്നതും നമ്മൾ കാണാറുണ്ട്. അതായത് ഞാനൊരു പ്രോബ്ലം സോൾവർ ആകണം, എനിക്ക് കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയണം, അതൊരു റീസൺ. ഇപ്പോൾ ഫുട്ബോളിൽ പറയാറുണ്ട് എങ്ങനെ മികച്ചൊരു കളിക്കാരനാവാം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. ഒരുപാട് മികച്ച കളിക്കാരെ നമ്മൾ കാണുന്നുണ്ട്, അവര് സ്വയം അതിലേക്ക് എത്തിപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കിട്ടുന്നതോടുകൂടി ഒരു ഡയറക്ഷനാണ് അവർക്ക് ആവശ്യം. നിങ്ങൾ ഒരു വർക്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഡെവലപ്പ് ആവുള്ളൂ, നിങ്ങൾ ഡെവലപ്പ് ആവുന്നില്ല. അതെ അതെ, എക്സാക്ട്ലി. മാത്രമല്ല നമുക്ക് ഇതിനോട് ചേർന്നുള്ള മറ്റു പല സ്കില്ലുകളും വേണം താനും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഒരു പ്രൊഫഷണലാണെന്ന് കൂട്ടിക്കുന്നത്, ഒരു ഏതെങ്കിലും ഒരു ട്രേഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഈ ഒരു വർക്കിലേക്ക് മാത്രമല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് മറ്റു പല മേഖലകളും മിസ്സാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സ്കിൽ എന്ന് വെച്ചാൽ സെയിൽസ് സ്കില്ലാണ്. അതെ, ഏത് മേഖലയിൽ നമുക്ക് സെല് ചെയ്യണം, അങ്ങനെയുള്ള സ്കില്ലുകളും ഇതിൻ്റെ കൂടെ ഡെവലപ്ഡ് ആവണം. അതിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂട്ടിച്ചേർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ള ആളുകൾ, ആഗ്രഹങ്ങളാണ്, ഡ്രീം മാത്രമാണ്, പക്ഷെ ഗോൾസ് ഉണ്ടാവില്ല. അതായത് ആ ഡ്രീം നടപ്പിലാക്കാനുള്ള സ്റ്റെപ്സ് കയ്യിലുണ്ടാവില്ല. എപ്പോഴും ഡ്രീമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളെയാണ് MLM-ന്റെ ഒക്കെ ഇപ്പോൾ തട്ടിപ്പുകളൊക്കെ ഉള്ള ആളുകൾ പിടികൂടാറുണ്ട്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഐഡിയ ഉണ്ടെങ്കിൽ ആരും പഠിക്കും. അതെ, പീപ്പിൾ നീഡ് ഐഡിയ. അതെ, പക്ഷെ ഐഡിയ ഇല്ല. പീപ്പിൾ വിൽ ഇൻവെസ്റ്റ് ഓൺ യുവർ ഐഡിയാസ്. ഇഫ് യു ഹാവ് ഗുഡ് ഐഡിയാസ് പീപ്പിൾ ഡെഫിനറ്റ്ലി വിൽ ഇൻവെസ്റ്റ്. അതെ അതെ, പക്ഷെ അത് എങ്ങനെ അതിനും വേണം പ്ലാൻ. അതെ, യു ഹാവ് ടു ഹാവ് എ പ്ലാൻ ആൻഡ് പ്രിപ്പറേഷൻ. അതെ, ഇത്ര വർഷത്തിനുള്ളിൽ ഈ ബിസിനസ് വിലയ്ക്ക് സ്കെയിലാവും. ആ സ്കെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര, അതൊക്കെ ഒരു ബയ്യർ ഒരു ബിസിനസ്സിൽ വരുന്ന ആൾ 2-3 കാര്യങ്ങളും നോക്കുക. അതിൻ്റെ കറണ്ട് ക്യാഷ് ഫ്ലോ മോശമാണെന്നുണ്ടെങ്കിൽ അതിന് 3 വർഷത്തിനുള്ളിൽ 4 വർഷത്തിനുള്ളിൽ അത് എത്ര മടങ്ങ് വലുതാവും എന്നുള്ളത് നോക്കും. അത് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ആ ഇൻഡസ്ട്രി എത്രമാത്രം സ്കെയിലപ്പ് ആവും എന്നൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ബട്ട് ഇഫ് യു ഹാവ് എ ഗുഡ് ഐഡിയ പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ഗോയിങ് ടു പുട്ട് മണി. നമ്മുടെ ബാധ്യതകളും കൂടി കൺസിഡർ ചെയ്തിട്ട് മാത്രം റിസ്ക് എടുക്കുക, അല്ലേ? കറക്റ്റ്.